വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റുന്ന ചിക്കൻ മോമോസ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റീമഡ് വേർഷനും ഫ്രൈഡ് വേർഷനും ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചിക്കൻ മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ മാവ് തയ്യാറാക്കാനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാവ് തയ്യാറാക്കിയെടുക്കണം. നന്നായി കുഴച്ച് തയ്യാറാക്കിയ മാവ് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് കഴുകി വൃത്തിയാക്കിയ 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള തീരെ ചെറുതാക്കി കട്ട് ചെയ്തത്, ഒരു ചെറിയ പച്ചമുളക് കനമില്ലാതെ വട്ടത്തിൽ കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ സോയാ സോസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച മാവ് എടുത്ത് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി കുഴച്ച് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസുകളെടുത്ത് പൊടി തൂകി കനമില്ലാതെ ഒന്ന് വലുതാക്കി പരത്തിയെടുക്കണം. ഇനി ഇതിൽ നിന്ന് ഒരു ഗ്ലാസ്സോ അടപ്പോ ഉപയോഗിച്ചിട്ട് ഓരോ ചെറിയ റൗണ്ടുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോന്നെടുത്ത് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. വളരെ കുറച്ച് മതി, സമൂസയിലൊന്നും നടക്കുന്ന പോലെ ഒരുപാട് വെക്കേണ്ടതില്ല. പകുതി ഭാഗം ഉള്ളിലേക്ക് മടക്കി നല്ലവണ്ണം ഒന്ന് അറ്റം ഒട്ടിച്ചു കൊടുക്കാം. കൈകൊണ്ട് തന്നെ ഒന്ന് നല്ലവണ്ണം പ്രസ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള 2 ഭാഗവും കൂടെ ഒന്നിച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാനുള്ളത് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. നല്ല ക്യൂട്ടായിട്ട് കാണാൻ ഭംഗിയുള്ള ഒരു ഷേപ്പിലാണിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി വേറൊരു രീതിയിൽ കാണിക്കാം. ഇതുപോലെ നടുവിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഉള്ളിലേക്കൊന്ന് മടക്കിയെടുക്കാം. അറ്റം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ ഫോർക്ക് കൊണ്ട് മെല്ലെ ഒന്ന് അറ്റത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല ശക്തിയിൽ പ്രസ് ചെയ്ത് മുറിഞ്ഞു പോരും. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി വലിപ്പത്തിലുള്ള സർക്കിളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഒരറ്റത്തു നിന്നും ഞൊറിവായിട്ട് മടക്കി ഒന്നിനു മുകളിൽ ഒന്ന് വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ആ ഒരു സർക്കിൾ തീരുന്നത് വരെ ഇതുപോലെ തന്നെ ഒന്ന് ഞൊറിഞ്ഞു കൊടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഇത് കിട്ടുന്നത്. ഇത് വെച്ചാണ് ഇന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ആദ്യം ഫ്രൈ ചെയ്യാനുള്ളതൊന്ന് ചൂടായ എണ്ണയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈഡ് മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീമറോ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി പാത്രമോ വെച്ച് കൊടുക്കാം. മോമോസ് വെക്കുന്ന തട്ടിൽ ഒരല്പം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി തയ്യാറാക്കിയ മോമോസ് വെച്ച് അടച്ച് വെച്ച് 10 മുതൽ 12 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം.